ഇന്ന് നമ്മുടെ കോൺക്രീറ്റ് നടക്കുന്ന ഒരു സൈറ്റിലാണ്. കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട് മുമ്പ് പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് അപ്ഡേറ്റ്സ്, കുറച്ച് നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സോർട്ട് ഔട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ബിഫോർ കോൺക്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡ്യൂറിങ് ദ ടൈം ഓഫ് കോൺക്രീറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പോസ്റ്റ് കോൺക്രീറ്റ് അതായത് കോൺക്രീറ്റിന് ശേഷം ചെയ്തു പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ഈ ചെക്ക് ലിസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ പ്രാക്ടീസ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇത് ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ബിഫോർ കോൺക്രീറ്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അലൈൻമെന്റ് ഓഫ് ദ ഫോം വർക്ക്. അതായത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഫോം വർക്ക് അതിൻ്റെ ലെവൽസ്, മറ്റു കാര്യങ്ങൾ ലെവലാണോ എന്ന് നമ്മൾ ത്രെഡ് ചെയ്ത് വാട്ടർ ലെവൽ ചെയ്തിട്ടാണ് ഈ പ്ലാറ്റ്ഫോമിനെ നമ്മൾ ലെവൽ ചെയ്തിട്ടുള്ളത്. ആ ലെവൽ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജാക്കി എല്ലാം ടൈറ്റ് ആണോ സ്റ്റിഫൻ ആണോ അത് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം കോൺക്രീറ്റിന്റെ വെയിറ്റ് വരുമ്പോൾ സെറ്റിൽമെന്റ് നടക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് പരമപ്രധാനമായിട്ടുള്ളത് റെയിൻഫോഴ്സ്മെന്റ് ആണ്. റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 8 mm ബാർ അല്ലെ 10 mm ബാറാണ് നോർമലി സ്ലാബിൽ കൊടുത്തു പോകാറുള്ളത്. അതിന്റെ സ്പാനും സ്പേസിങ്ങും ഡിസ്റ്റൻസും ഒക്കെ അനുസരിച്ച് ഇവിടെ നമ്മൾ 8 ഉം 10 ഉം മിക്സപ്പിലാണ് ഇതിന്റെ സ്പാൻ്റെ ലാബ് ലെങ്ത് അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് പോയിട്ടുള്ളത്. എനിവേ, ഫസ്റ്റ് ഓഫ് ഓൾ റെയിൻഫോഴ്സ്മെന്റ് ചെക്ക് ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാം 150 mm സെന്റർ ടു സെന്റർ ആണ് അതിന്റെ സ്പേസിംഗ് എന്നുള്ളത് നോക്കണം ആസ് പെർ ദ ഡ്രോയിങ്. പിന്നെ ക്രാങ്കിങ് കൊടുത്തിട്ടുണ്ട് 1/4 ഓഫ് ദ സ്പാൻ. ഇതിന്റെ 4/1 വെച്ചിട്ട് നമ്മൾ ക്രാങ്കിങ് പ്രോപ്പറായിട്ട് ചെയ്തു പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അടുത്തത് ഷീറ്റും റെയിൻഫോഴ്സ്മെന്റും തമ്മിൽ ഉള്ള ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ 25 mm കവർ ബ്ലോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ കവർ ബ്ലോക്സ് പ്രോപ്പറായിട്ട് കൊടുത്തു പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതിനുശേഷം ഡബിൾ ലെയർ വരുന്ന ഏരിയയിൽ നമ്മൾ ചെയർ എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കാറുണ്ട്. അത് ഈ റെയിൻഫോഴ്സ്മെന്റ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ചെയർ ഉണ്ടാക്കുന്നത്. അത് 2 ലെയറുകൾ തമ്മിൽ അടുത്ത് പോകാതിരിക്കാനായിട്ട് ചെയറുകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. അത് കൂടാതെ റെയിൻഫോഴ്സ്മെന്റിന് ശേഷം ലെങ്ത് സ്പേസിങ് കൂടുതൽ വരുന്നിടത്ത് നമ്മൾ എക്സ്ട്രാ ബാർസ് കൊടുത്തു പോകാറുണ്ട്. അപ് ടു ദ സപ്പോർട്ട് ഏരിയ, മിഡ് ഏരിയ അല്ല സപ്പോർട്ട് ഏരിയയിൽ ആ എക്സ്ട്രാ ബാർസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. 2 ബൈൻഡിങ് വെയർസ് എല്ലാം പ്രോപ്പറായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ നമ്മൾ ഈ ക്രാങ്കും ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓരോ റെയിൻഫോഴ്സ്മെന്റും ചിലപ്പോൾ റെയിൻഫോഴ്സ്മെന്റ് ഒക്കെ ചെരിഞ്ഞ് കിടക്കാറുണ്ട്. അത് ചെരിഞ്ഞ് കിടക്കാതെ കൃത്യമായിട്ട് ലെവലിലാണോ എന്നുള്ളത് നോക്കാനായിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ സൈഡ് ഷട്ടർ ചെയ്യുന്ന, സൈഡ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന ബ്ലോക്ക് ഷട്ടേഴ്സ് ഉണ്ട്. ആ ഷട്ടർ കറക്റ്റായിട്ട് സ്റ്റിഫൻ ചെയ്ത് ടൈറ്റ് ആണോ എന്നുള്ളത് നോക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രിക്കലിന്റെ പോയിന്റ്സ്. ഫോൾ സീലിംഗ് ഒക്കെ വരുന്നിടത്താണെങ്കിൽ നമ്മൾ ഡൗൺ ലൈറ്റ്സ് മറ്റു കാര്യങ്ങളൊന്നും ഇട്ട് പോകേണ്ടതായിട്ടില്ല. പക്ഷേ ഫാൻ ഹുക്ക് അതുപോലുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്ത് പോകണം. അതുപോലെ DVയുടെ പൊസിഷൻ, മീറ്റർ ബോക്സിന്റെ പൊസിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫൈനലൈസ് ചെയ്തിട്ടുണ്ടാകണം. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ കൊണ്ട്, നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ കൊണ്ട്, ഇലക്ട്രിക്കൽ ഡിവിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ പർട്ടിക്കുലർലി, അത് നമ്മുടെ സിവിൽ ഹാൻഡിൽ ചെയ്യുന്ന സൈറ്റ് എഞ്ചിനീയേഴ്സിനെ കൊണ്ടല്ലാതെ ഇലക്ട്രിക്കൽ സൈഡ് സെപ്പറേറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്ന ആളെ കൊണ്ട് ഇലക്ട്രിക്കൽ സൈഡ് എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ. എവിടെയെങ്കിലും ക്ലയൻസിന്റെ റിക്വയർമെന്റ്സ് വെച്ചിട്ട് ഒരു അഡീഷണൽ ഹുക്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്ത് പോകണം. നമ്മൾ ഇലക്ട്രിക്കലിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിക്കൽ വൈബ്രേറ്റർ, റെഡിമിക്സ് ആയാലും കാസ്റ്റൻ സൈറ്റ് ആയാലും ശരി, ഇലക്ട്രിക്കല്, പെട്രോള്, ഡിഫറെന്റ് ആയിട്ടുള്ള വൈബ്രേറ്റേഴ്സ് നമുക്ക് ഒരു 1 കൂടുതൽ തന്നെ സൈറ്റിൽ റിസർവ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒന്നിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നെങ്കിൽ തന്നെ മറ്റൊരു വൈബ്രേറ്റർ നമുക്ക് എപ്പോഴും ഫങ്ഷനിങ് ആയിരിക്കണം. ഇപ്പോൾ സൈറ്റിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ തലേദിവസം തന്നെ ലോഡിട്ട്, അതായത് ഡ്രൈ ലോഡിട്ട്, വെള്ളവും സിമെന്റും ഒന്നും ഒഴിക്കാതെ മണല മെറ്റൽ എന്തെങ്കിലും ലോഡ് ചെയ്ത് അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം. കാരണം കോൺക്രീറ്റിനെല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം മെഷീൻ എന്തെങ്കിലും കംപ്ലൈൻസോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് പിന്നീട് അത് ബുദ്ധിമുട്ടാവും. റെഡിമിക്സ് ചെയ്യുന്ന അവസരത്തിൽ നമുക്കത് ബുദ്ധിമുട്ടില്ല. അതുപോലെ നമ്മുടെ സർഫസ് എപ്പോഴും വാട്ടർ ടൈറ്റ് ആണെന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അതായത് കോൺക്രീറ്റിന്റെ അതിന്റെ ഒരു സത്ത് എന്ന് പറയുന്നത് അതിന്റെ സ്ലറിയാണ്. ആ സ്ലറിയും കാര്യങ്ങളും ഒന്നും ജോയിന്റ് വഴി ഇറങ്ങി പോകാതിരിക്കാനായിട്ട് നമ്മൾ ജോയിൻസിലെല്ലാം നമ്മൾ പ്ലാസ്റ്റർ അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. സൈറ്റ് ചെയ്യുന്ന അവസരത്തിലാണെങ്കിൽ നമ്മൾ വാട്ടർ റിസർവേഷൻസ്, അതായത് വെള്ളത്തിന്റെ അഡിക്വേറ്റ് ആയിട്ടുള്ള ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തി വെക്കണം. റെഡിമിക്സ് ചെയ്യുമ്പോൾ നമ്മളെ അത് ബാധിക്കുന്നില്ല. അതുപോലെ ടാർപോളിൻ പോലുള്ള കാര്യങ്ങൾ, നമ്മൾ മഴ, മറ്റു കാര്യങ്ങൾ, കാലാവസ്ഥ എഗനസ്റ്റ് ആണെങ്കിൽ പടുത പോലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. അതുപോലെ സൈഡിൽ വെച്ചിരിക്കുന്ന നമ്മൾ ഈ വുഡൻ പ്ലാങ്ക്സ് കോൺക്രീറ്റിന്റെ പ്രഷറും അതുപോലെ വൈബ്രേറ്ററും ഒക്കെ വന്നു കഴിയുമ്പോൾ ഇതിന് തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോൺക്രീറ്റിന്റെ സ്ലാബിന്റെ എഡ്ജ് ഇറഗുലാരിറ്റി സംഭവിക്കുന്നു, അതിന്റെ ലെവൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ഇതേപോലെ നമ്മൾ ബൈൻഡിങ് വെയറിന് തന്നെ അതിനെ സ്റ്റിഫൻ ചെയ്ത് കൊടുക്കണം. അത് കൂടാതെ വെളിയിലേക്ക് തള്ളിപ്പോകാതിരിക്കാൻ നമ്മൾ ഷട്ടർ ചെയ്യുന്ന സമയത്ത് അത് തള്ളിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ട് വേണം, ഒരു വുഡൻ പീസും കൂടെ വെളിയിൽ വെച്ച് ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഷട്ടറിങ് പ്ലേസ് ചെയ്ത് പോകാനായിട്ട്. പിന്നീട് എല്ലാ വർക്കുകൾക്കും ശേഷം എല്ലാ ലൂസ് പാർട്ടിക്കിൾസ് ലൈക്ക്
ബൈൻഡിങ് വെയർ, നമ്മുടെ കവർ ബ്ലോക്സിന്റെ എന്തെങ്കിലും ഡിബറിസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ ഇലക്ട്രിക്കൽ കോണ്ടൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്നു, അതിന്റെ എന്തെങ്കിലും വേസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്ലാബിലുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ഓഫ് ചെയ്ത് വൃത്തിയായിരിക്കണം. അതിനുശേഷം ബിഫോർ ദ കോൺക്രീറ്റ് നമ്മൾ നല്ല രീതിയിൽ വാട്ടർ ചെയ്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ച് നനച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം വലിയ സ്ലാബൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഓൾമോസ്റ്റ് 30 MQ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഹാഫ് ഏരിയ നനച്ച് കോൺക്രീറ്റ് ചെയ്ത് വരുന്നു, ബാക്കി ഏരിയ നനച്ച് കൊടുത്തിട്ടായിരിക്കും കോൺക്രീറ്റ് കണ്ടിന്യൂ ചെയ്ത് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 3 പാർട്ടിൽ ആദ്യത്തേതായ ബിഫോർ കോൺക്രീറ്റിംഗ് ഡേയ്സിൽ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട കാര്യങ്ങൾ അപ് ടു ദി ഫോം വർക്ക്, അതായത് തട്ടടി ആൻഡ് സെൻറ്ററിങ്, അതായത് കമ്പി കെട്ടി കോൺക്രീറ്റിന് തയ്യാറാകുന്നതിന് മുമ്പ് വരെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിന്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ ടൈം ഓഫ് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് നടക്കുന്ന സമയങ്ങളിൽ കോൺക്രീറ്റ് സൈറ്റിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ മിക്സ് പ്രപ്പോർഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു M20 താഴേക്ക് നമ്മൾ സ്ലാബ് കോൺക്രീറ്റ് ഒരിടത്തും ചെയ്യാറില്ല. വിച്ച് മീൻസ് 1.5:3 മിക്സ് ആണ്. അത് നമ്മൾ റെഡി മിക്സ് ആണെങ്കിൽ നമുക്ക് അവർ ഓർഡർ കൊടുക്കുമ്പോൾ അതനുസരിച്ചായിരിക്കും ഓർഡർ കൊടുക്കുന്നത്. പിന്നീട് അവർ ക്യൂബ് ടെസ്റ്റ് കൃത്യമായി നടത്തി ഒരു 28 ഡേയ്സ് ക്യൂർ നടത്തി അതിന്റെ സ്ട്രെങ്ത് നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടതാണ്. അതുപോലെ വാട്ടർ സിമെന്റ് റേഷ്യോ സൈറ്റിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വാട്ടർ സിമെന്റ് റേഷ്യോ നമ്മൾ മേക്ക് ഷുവർ ചെയ്ത് പോകേണ്ടതാണ്. അത് റെഡി മിക്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രപ്പോർഷൻസ് നമ്മൾ ട്യൂബ് ടെസ്റ്റ് വരുമ്പോൾ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ഫെയിലിയർ ആവും. അതുപോലെ സോഴ്സിൽ നമ്മൾ റെഡി മിക്സ് RMC പ്ലാന്റിലായാലും ഇവിടെ ആയാലും യൂസ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് പോർട്ടബിൾ വാട്ടർ ആണ് എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ pH വാല്യൂ ഒരുപാട് വേരിയേഷൻ ഉണ്ടെങ്കിൽ കോൺക്രീറ്റ് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ സൈറ്റിൽ റെഡി മിക്സ് ആയാലും ശരി, കാസ്റ്റിംഗ് സൈറ്റ് ആയാലും ശരി, നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകേണ്ട വൈബ്രേറ്റർ ഉപയോഗിച്ച് കൃത്യമായി അതിന്റെ കോമ്പാക്ഷൻ മേക്ക് ഷുവർ ചെയ്ത് പോവാണ് വേണ്ടത്. മഴയോ കാലാവസ്ഥ വല്ലതും എഗനസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ശക്തമായ മഴ വല്ലതും പെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ടാർപോളിൻ വെച്ച് നന്നാരെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം. ഇനി കോൺക്രീറ്റ് കഴിഞ്ഞ് മഴയില്ലാത്ത സാഹചര്യമാണെങ്കിലും അതിശക്തമായ വെയിലടിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് അപ്പോഴും നമ്മൾ ടാർപോളിൻ ഇട്ട് വെള്ളം ടോപ്പിൽ കൂടെ സ്പ്രേ ചെയ്തൊന്ന് തണുപ്പിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ പോസ്റ്റ് കോൺക്രീറ്റ് ഡേയ്സ് ആണ്, അതായത് ആഫ്റ്റർ കോൺക്രീറ്റ് പിറ്റേ ദിവസമായിരിക്കാം. അന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വെള്ളം നല്ലപോലെ നനച്ച് അതിനെ ഒന്ന് പോർ ചെയ്യുക. പിന്നെ നമ്മൾ ആ കോൺക്രീറ്റ് നടക്കുന്ന ദിവസം ട്രാഫിക്കും റഷും ഒക്കെ കൊണ്ട് എന്തെങ്കിലും ഒരു നമ്മൾ നടക്കുന്ന പാടോ പടുതയുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പാച്ച് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി മോട്ടാർ ഉപയോഗിച്ച് ചാന്ത് ഉപയോഗിച്ച് നമ്മൾ പോണ്ടിങ് നടത്തി വെള്ളം നല്ല രീതിയിൽ പ്ലോട്ട് ചെയ്തിടാനുള്ള അറേഞ്ച്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ മിനിമം 14 ദിവസത്തേക്കെങ്കിലും ആ വാട്ടർ ക്യൂറിങ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. 14 ദിവസത്തിന് മുമ്പായിട്ട് വാട്ടർ ക്യൂറിങ് ഒരിക്കലും അവസാനിപ്പിക്കില്ല. അതുപോലെ ഡീഷട്ടറിങ് നമുക്ക് മെയിൻ സ്ലാബ് ഒക്കെ 14 ദിവസത്തിന് ശേഷം ചെയ്യാം. ബീംസും അതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ 28 ഡേയ്സ് വരെ നമ്മൾ ആ സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പരമാവധി കാര്യങ്ങൾ കോൺക്രീറ്റ് ഡേയ്സിൽ കോൺക്രീറ്റ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഷട്ടറിങ്, അതായത് ബിഫോർ കോൺക്രീറ്റിങ്, ഡ്യൂറിംഗ് ദ ടൈം ഓഫ് കോൺക്രീറ്റിങ്, പോസ്റ്റ് കോൺക്രീറ്റിങ്, പരമാവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് നമ്മൾ കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.